കൂട്ടുകാരികളെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ് അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരുപാട് ടെൻഷനടിച്ചായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ്. വെറും 4 മിനിറ്റ് അത്രയും സമയം കൊണ്ട് നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ കുറച്ചുകൂടി ഉഷാറാക്കാം, കുറച്ചുകൂടി സന്തോഷമുള്ളതാക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈയൊരു ചോദ്യം ഒരുപക്ഷെ നമ്മളെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും അല്ലേ? രാവിലെ കണ്ണു തുറന്ന ഉടനെ അന്നത്തെ ടെൻഷനുകളും ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ ഓർത്ത് നമ്മൾ വെപ്രാളപ്പെടാറുണ്ടോ? ആ ദിവസത്തെ മുഴുവൻ ഭാരവും തലയിലേറ്റി എഴുന്നേൽക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം അത് നമ്മുടെ കൺട്രോളിലാണ്. ഇന്നത്തെ ദിവസം ഒരു സാധാരണ ദിവസമായി പോകണോ അതോ ഒരു അടിപൊളി ദിവസമാക്കണോ? ആ തീരുമാനം നടത്താനുള്ള ശക്തി പൂർണ്ണമായും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം തുടങ്ങുന്നത് ആ ഒരൊറ്റ തീരുമാനത്തിൽ നിന്നാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന്, നമ്മളെല്ലാരും ചെയ്യുന്ന പോലെ ചാടി എഴുന്നേറ്റ് നേരെ ടെൻഷനിലേക്ക് പോകുന്ന ആ പഴയ വഴി. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വഴി തിരഞ്ഞെടുക്കാം. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് ശ്വാസമൊക്കെ എടുത്ത് മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ദിവസം തുടങ്ങുന്നൊരു രീതി. ശരി, അപ്പോ ഈ പുതിയ വഴി നമ്മൾ തെരഞ്ഞെടുത്തുവെന്ന് വെക്കാം. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? നമ്മുടെ ദിവസത്തിന്റെ ഒരു ഇന്റൻഷൻ, അതായത് ഒരു ഉദ്ദേശ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രഭാതത്തിലെ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തന്നെ രൂപപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കിയാലോ? ഇതിന് വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം തന്നെ നന്ദി പറയുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നതിന് പകരം ഉള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കുക. രണ്ടാമത്തത്, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയായിരിക്കും എന്ന് സ്വയം തീരുമാനിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ എല്ലാവരോടും ക്ഷമയോടെ പെരുമാറും എന്ന് തീരുമാനിക്കുന്നത് പോലെ. മൂന്നാമത്തത്, മനസ്സിന് നല്ലൊരു ഫീഡ് കൊടുക്കുക. ചിലപ്പോൾ അത് നല്ലൊരു പുസ്തകം വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായ എന്തെങ്കിലും കേൾക്കുന്നതായിരിക്കാം. ഇത് ദിവസത്തിനൊരു കിടിലൻ സ്റ്റാർട്ട് തരും. സന്തോഷവും നന്ദിയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ബന്ധമുണ്ടല്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്താ, സന്തോഷം വരുമ്പോൾ നന്ദി പറയാമെന്ന്. പക്ഷെ ശരിക്കും അത് തിരിച്ചാണ്. നന്ദി പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ദിവസത്തിലേക്കുള്ള ഏറ്റവും പവർഫുള്ളായ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നന്ദി പറയുന്നതാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോക്കസിന്റെ പവറിനെക്കുറിച്ചാണ്. വളരെ സിമ്പിളാണ് സംഭവം. നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ എന്തിനാണോ നോക്കുന്നത് അതുമാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഫോക്കസ് എവിടെയാണോ അതാണ് നമ്മുടെ റിയാലിറ്റി. ഇതിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ: നിങ്ങൾ നല്ല കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ കാണാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ടെൻഷനിലും ബുദ്ധിമുട്ടിലുമാണെങ്കിൽ നിങ്ങളുടെ ലോകം മുഴുവൻ അതുതന്നെയായിരിക്കും. ഇതൊരു പ്രകൃതി നിയമം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. കണ്ടില്ലേ? നമ്മുടെ ഫോക്കസ് നല്ലതിലാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താ? കൂടുതൽ നല്ല കാര്യങ്ങൾ. ഇനി ഫോക്കസ് സ്ട്രെസ്സിലും ബുദ്ധിമുട്ടിലും ആണെങ്കിലോ, കൂടുതൽ സ്ട്രെസ്സും ബുദ്ധിമുട്ടും തന്നെ. അപ്പോൾ ചോയ്സ് അത് കംപ്ലീറ്റ്ലി നമ്മുടെയാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് 100% നമ്മുടെ കയ്യിലാണ്. ആ ഒരു പവർ നമ്മൾ തിരിച്ചറിയണം. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേറൊരു രീതിയിലൊന്ന് കണ്ടാലോ? വളരെ മനോഹരമായൊരു ഐഡിയ ആണത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോ ദിവസവും ഒരു ഒഴിഞ്ഞ ക്യാൻവാസാണ്. ആ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കേണ്ട ആർട്ടിസ്റ്റ് ആരാ? അത് നിങ്ങൾ തന്നെയാണ്. അതെ, ഓരോ ദിവസവും ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഇന്നലത്തെ ഒരു പാടുപോലുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്യാൻവാസ്. അതിൽ എന്ത് വരയ്ക്കണം, എന്ത് നിറം കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ആ ആർട്ടിസ്റ്റ് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് പെയിന്റ് ബ്രഷ്. നിങ്ങളുടെ ദിവസമാകുന്ന ആ ക്യാൻവാസിൽ നിങ്ങൾക്ക് നിറങ്ങൾ വരച്ചു ചേർക്കാം. സന്തോഷത്തിന്റെ നിറങ്ങൾ, ജീവിതത്തിന്റെ ഊർജം, എന്തിന് വരുന്ന തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുപോലും നിങ്ങൾക്കതിൽ വരച്ചു ചേർക്കാൻ പറ്റും. അപ്പോ ഇന്നത്തെ ഈ ക്യാൻവാസിൽ നിങ്ങൾ എന്ത് മാസ്റ്റർപീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഓർക്കുക, ഓരോ ദിവസവും ഒരവസരമാണ്. ഒരു മികച്ച സൃഷ്ടി നടത്താനുള്ള ഒരു സുവർണാവസരം.